2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിക്കൊടുത്ത മണ്ഡലമാണ് മട്ടന്നൂർ. എന്നാൽ ഇക്കുറി ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിലാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് വിജയം ഏകപക്ഷീയമായിരുന്നുവെങ്കിൽ ഇത്തവണ എന്നാൽ അങ്ങനെ അല്ല. മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇടതുമുന്നണിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജും യു.ഡി.എഫിന് വേണ്ടി കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരിയും എൻ.ഡി.എക്ക് വേണ്ടി ബി.ജെ.പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴിയും തമ്മിലാണ് പോരാട്ടം. 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും യു.ഡി.എഫിൽ നിന്ന് ഘടകകക്ഷികളിൽപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ 3 തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ യു.ഡി.എഫിനായിട്ടില്ല. എന്നാൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇടതുപക്ഷത്തിന് വ്യക്തമായ അടിത്തറയുള്ള മട്ടന്നൂരിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് വി.കെ. സനോജിലൂടെ LDF ലക്ഷ്യമിടുന്നത്. ഇക്കുറി കോൺഗ്രസ് ഏറ്റെടുത്ത മണ്ഡലത്തിൽ ചന്ദ്രൻ തില്ലങ്കേരിയിലൂടെ അട്ടിമറി ജയം നേടാനാണ് UDF ശ്രമിക്കുന്നത്. 2006 തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു ചന്ദ്രൻ തില്ലങ്കേരി. മട്ടന്നൂരിൽ തുടർച്ചയായ 4ാം അംഗമാണ് BJPയിലെ ബിജു എളക്കുഴിയുടേത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJP ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ ശൈലജ ടീച്ചർക്ക് 60,963 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മട്ടന്നൂർ നൽകിയത്. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനെതിരെ മത്സരിച്ച CPM സ്ഥാനാർത്ഥി MV ജയരാജന് 3034 വോട്ടിൻ്റെ മേൽക്കൈ മാത്രമാണ് മട്ടന്നൂരിൽ കിട്ടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ബൂത്തുകളിൽ 15,350 വോട്ടിൻ്റെ മേൽക്കൈ LDF നേടിയിരുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി വി.കെ. സനോജ്. ഭരണവിരുദ്ധ തരംഗവും ചിട്ടയായ പ്രവർത്തനവുമാകുമ്പോൾ ഇതിനെ മറികടക്കാനാകുമെന്നാണ് ചന്ദ്രൻ തില്ലങ്കേരി പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് BJP സ്ഥാനാർത്ഥി ബിജു എളക്കുഴി പറയുന്നത്. രാജ്യാന്തര വിമാനത്താവള നഗരി മുമ്പെങ്കുമില്ലാത്തത്ര വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോൾ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.